കൂട്ടുകാരെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് പഠിക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ നിങ്ങൾ പോയിട്ട് പേഴ്സൻറ്റേജ്, ആവറേജ്, റേഷ്യോ ഈ 3 ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ചിട്ട് വരിക. ഇല്ലെങ്കിൽ ഞാനിത് പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ ഈ 3 ടോപ്പിക്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന വീഡിയോസ് ഞാൻ പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇപ്പോൾ മേളിൽ വരും. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട 9 ടേംസ് ഉണ്ട്. ഈ 9 ടേംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഇതിനകത്തെ 50% പരിപാടി കഴിഞ്ഞു. അപ്പോൾ നോക്കുക, കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, മാർക്കറ്റ് പ്രൈസ്. നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് ആ ബിസിനസ് നടത്തുന്നത് വിചാരിക്കും. അപ്പോൾ ആ പ്രൊഡക്റ്റ് നമ്മൾ ഒന്നുകിൽ മാനുഫാക്ചർ ചെയ്യും, അല്ലെങ്കിൽ നമ്മളത് ഹോൾസെയിലായിട്ട് മേടിക്കും. അപ്പോൾ മാനുഫാക്ചർ ചെയ്യുവാണെങ്കിലും ഹോൾസെയിൽ മേടിക്കുകയാണെങ്കിലും നമ്മൾ ആ പ്രൊഡക്റ്റിനെ മുടക്കുന്ന ആ പൈസയില്ലേ, അതിനെയാണ് നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളെങ്ങനെ ഇത് വിൽക്കുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മൊബൈലിൻ്റെ കവർ വിൽക്കുന്ന ഒരു കടയെന്ന് വിചാരിക്കും. അപ്പോൾ ആ കടയിലെ ആ ചേട്ടന് ഇപ്പോൾ ഒരു കവർ മേടിക്കാനായിട്ട്, അതായത് ഹോൾസെയിലായിട്ട് ഒരു കവർ മേടിക്കാനായിട്ട് ചിലവ് വന്നത് ഒരു 50 രൂപയെന്ന് വിചാരിക്കും. പുള്ളി എന്നിട്ട് അതിനകത്ത് ഒരു 200 രൂപ വില ഇട്ടിട്ട് പുള്ളി അത് 180 രൂപയ്ക്ക് വിൽക്കും. അപ്പോൾ മേടിക്കാൻ വരുന്നവർ കാണുന്നത് 200 രൂപയാണ്. അവർ മേടിക്കുമ്പോൾ ആ ചേട്ടൻ പറയും ശരിക്കും 200 രൂപ, പക്ഷേ 180 രൂപ തന്നാൽ മതി. അപ്പോൾ മേടിക്കാൻ വന്നവർ വിചാരിക്കും ആ കൊള്ളാം, നല്ല ചേട്ടൻ 200 രൂപ കവർ ആ ചേട്ടൻ 20 രൂപ കുറച്ചു. അപ്പോൾ പിന്നെ എന്തെങ്കിലും മേടിക്കാൻ വരണമെങ്കിൽ അവർ ഈ കടയിൽ തന്നെ പോകും. അപ്പോൾ നോക്കി, ശരിക്കും ഇതിന് ചിലവ് വന്നത് 50 രൂപ, നമ്മൾ ഇട്ടത് 200 രൂപ, എന്നിട്ട് 20 രൂപ കുറച്ച് 180 രൂപയ്ക്കാണ് നമ്മൾ വിറ്റത്. അപ്പോൾ നമുക്ക് ചിലവ് വന്ന പൈസേനെ നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്ന് വിളിക്കും. നമ്മൾ ആ പ്രൊഡക്റ്റിൽ ഇട്ട ആ പൈസേനെ നമ്മൾ മാർക്കറ്റ് പ്രൈസ് എന്ന് വിളിക്കും. നമ്മൾ ശരിക്കും എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത് അതിന് നമ്മൾ സെല്ലിംഗ് പ്രൈസ് എന്ന് വിളിക്കും. ഇനി നിങ്ങൾ നോക്കി, നമ്മൾ 50 രൂപ മുടക്കി, നമുക്ക് കിട്ടിയത് എത്രയാണ്? 180 രൂപ. അപ്പോൾ ഇതിൽ എത്ര നമുക്ക് എക്സ്ട്രാ കിട്ടി? 130 രൂപ നമുക്ക് എക്സ്ട്രാ കിട്ടിയില്ലേ? ഇത് നമ്മുടെ ലാഭമല്ലേ? ഇതിനെയാണ് നമ്മൾ പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് 130 രൂപ. അതായത് നമ്മൾ മുടക്കിയ പൈസേനേക്കാളും കൂട്ടി വിൽക്കുമ്പോൾ നമുക്ക് ലാഭം കിട്ടും. മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ മുടക്കിയ പൈസേനേക്കാളും കുറഞ്ഞ പൈസയ്ക്കാണ് നമ്മൾ വിറ്റതെങ്കിൽ നമുക്കത് നഷ്ടമായി പോകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 50 രൂപ മുടക്കി ഞാനൊരു കവർ മേടിച്ചു. പക്ഷേ ഈ കവർ ആരും തന്നെ മേടിച്ചില്ല. കുറേ കാലം കഴിഞ്ഞ് ഒരു 2-3 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു ചേട്ടൻ ഈ കവർ അന്വേഷിച്ച് വരുവാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കവർ എൻ്റെ കയ്യിൽ ഇരിക്കാന്ന് പറഞ്ഞിട്ട് ഇത്ര നാളായില്ലേ, പിന്നെ ഇതിൻ്റെ കളറൊക്കെ മങ്ങി ആകെ പഴയതായി. അപ്പോൾ ഇതിന് ഇവിടെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ കൊടുത്ത് ഒഴിവാക്കുന്ന രീതിയിൽ ഞാൻ ഈ കവർ 40 രൂപയ്ക്ക് പുള്ളിക്ക് കൊടുത്തു. അപ്പോൾ നോക്കി, 50 രൂപ മുടക്കിയ സാധനം എനിക്ക് 40 രൂപ കിട്ടുള്ളൂ. അപ്പോൾ 10 രൂപ എനിക്ക് നഷ്ടമായില്ലേ? ഇതിനാണ് നമ്മൾ ഈ ലോസ് എന്ന് പറയും. അപ്പോൾ കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, മാർക്കറ്റ് പ്രൈസ്, പ്രോഫിറ്റ്, ലോസ്, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി അടുത്ത ഡിസ്കൗണ്ടാണ്. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇട്ട വില 200 രൂപയാണ്, പക്ഷേ ഞാൻ വിറ്റത് 180 രൂപയ്ക്ക്. ഞാൻ 20 രൂപ കുറച്ചല്ലേ ആൾക്ക് കൊടുത്തത്. ഇതിനെയാണ് നമ്മൾ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അതായത് നമ്മൾ മാർക്ക് ചെയ്ത വിലയേക്കാളും എത്ര രൂപ കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത്, അതിനെയാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി അടുത്തത് പ്രോഫിറ്റ് പെർസെൻറ്റേജ്, ലോസ് പെർസെൻറ്റേജ്, ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്. ഈ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ തന്നെ നമ്മൾ 50 രൂപ മുടക്കിയത്, നമുക്ക് കിട്ടിയത് എത്രയാണ്? 130 രൂപ. നമുക്ക് കിട്ടിയ 130 രൂപ നമ്മൾ മുടക്കിയ 50 രൂപയുടെ എത്ര ശതമാനമാണെന്നുള്ളതാണ് ഈ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. അപ്പോൾ നമ്മുടെ 130 നമ്മുടെ പ്രോഫിറ്റ്. നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത് 50 രൂപ. ഈ 50 രൂപയുടെ എത്ര ശതമാനമാണ് ഈ 130? ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. അപ്പോൾ ഇത് കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? 50 അങ്ങോട്ട് വിടുക. അപ്പോൾ 130/50 × 100 എന്ന് വരും. അതായത് നമ്മുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഇത് പ്രോഫിറ്റ് താഴെ കോസ്റ്റ് × 100. അപ്പോൾ പ്രോഫിറ്റ് ബൈ കോസ്റ്റ് × 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഉണ്ട്. മനസ്സിലായോ? ഇതുപോലെ തന്നെയാണ് ലോസ് പെർസെൻറ്റേജ്. നമ്മൾ മുടക്കിയത് 50 രൂപ, നമുക്ക് നഷ്ടത്തിൽ നമ്മൾ 40 രൂപയ്ക്ക് കൊടുത്തതെന്ന് വിചാരിക്കും. അപ്പോൾ എത്രയാണ് നമ്മുടെ നഷ്ടം? 10 രൂപയിലെ നഷ്ടം. ഈ 10 എന്ന് പറയുന്നത് നമ്മൾ മുടക്കിയ 50 രൂപയുടെ എത്ര ശതമാനമാണെന്നുള്ളതാണ് ഈ ലോസ് പെർസെൻറ്റേജ്. അപ്പോൾ അത് കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മുടെ നഷ്ടം 10 രൂപ, നമ്മൾ മുടക്കിയത് 50 രൂപ × 100 ചെയ്താൽ മതി. മനസ്സിലായോ? ഇനി അടുത്ത ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്. നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് എന്തിലാണ്? മാർക്കറ്റ് പ്രൈസിലല്ലേ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അതായത് ഇവിടെ തന്നെ നമ്മൾ 200 രൂപ വില ഇട്ടിട്ട് നമ്മൾ 180 രൂപയ്ക്കാണ് വിൽക്കുന്നത്. എത്ര കുറച്ച് കൊടുത്തു? 20. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് പ്രൈസിൻ്റെ എത്ര ശതമാനമാണ് ഈ 20? അതാണ് നമ്മുടെ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഡിസ്കൗണ്ട് എത്രയാണോ അതിനെ മാർക്ക് പ്രൈസായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് × 100 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഡിസ്കൗണ്ട് മാർക്ക് പ്രൈസിൻ്റെ എത്ര ശതമാനമാണെന്നുള്ള പെർസെൻറ്റേജ് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഞാൻ പറഞ്ഞു പകുതി കാര്യം കഴിഞ്ഞത്. ഇനി നിങ്ങൾ നോക്കുക, നമ്മുടെ കോസ്റ്റ് പ്രൈസ് ഇവിടെയുണ്ട്, മാർക്കറ്റ് പ്രൈസ് ഇവിടെയുണ്ട്, സെല്ലിംഗ് പ്രൈസ് ഇവിടെയുണ്ട്. ഞാൻ ഈ കോസ്റ്റ് പ്രൈസിൻ്റെ കൂടെ
പ്രോഫിറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടും. ശരിയല്ലേ? ഇനി മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഞാൻ ഡിസ്കൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഇതെനിക്ക് ഇക്വേറ്റ് ചെയ്തുകൂടെ? നോക്കുക, കോസ്റ്റ് പ്രൈസിൻ്റെ ഒപ്പം ഞാൻ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണോ അത്രയും ശതമാനം കോസ്റ്റ് പ്രൈസ് കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് സെല്ലിംഗ് പ്രൈസ് കിട്ടും. ഇനി മാർക്കറ്റ് പ്രൈസ് എത്രയാണോ അതിൽ നിന്ന് ഞാൻ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എത്രയാണോ അത്രയും മാർക്കറ്റ് പ്രൈസ് കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? സെല്ലിംഗ് പ്രൈസ് കിട്ടും. ഇനി ഇത് രണ്ടും കൂടെ ഞാൻ ഇക്വേറ്റ് ചെയ്യാൻ പോവുക. അപ്പോൾ നോക്കുക, കോസ്റ്റ് പ്രൈസിൻ്റെ കൂടെ P% കോസ്റ്റ് പ്രൈസ് കൂട്ടണം. അപ്പോൾ എന്ത് കിട്ടും? കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 + P/100. ഇപ്പോൾ എനിക്ക് എന്ത് കിട്ടും? സെല്ലിംഗ് പ്രൈസ് കിട്ടും. ഇത് തന്നെയല്ലേ മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഡിസ്കൗണ്ട് ശതമാനം മാർക്കറ്റ് പ്രൈസ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇത് ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100 മൈനസ് ഡിസ്കൗണ്ട് ബൈ 100. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ P% സീഡോടെ കൂട്ടുന്നതും D% M നിന്ന് കുറയ്ക്കുന്നതും. ഇനി ഇവിടെ 100ഉം 100ഉം പോയി C/M ഈക്വൽ ടു 100 മൈനസ് D/100 പ്ലസ് P എന്ന് വരും. ഈ ഡിയും പിയും ഡിസ്കൗണ്ട് പെർസെൻറ്റേജും പ്രോഫിറ്റ് പെർസെൻറ്റേജും. അപ്പോൾ നോക്കി, നമ്മുടെ കയ്യിൽ സിമ്പിളി ഡിസ്കൗണ്ട് പെർസെൻറ്റേജും പ്രോഫിറ്റ് പെർസെൻറ്റേജും ഉണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ് പ്രൈസിൻ്റെയും മാർക്കറ്റ് പ്രൈസിൻ്റെയും റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായോ? A radio is purchased for Rs 490 and sold for 465.5. Find loss percentage. ഒരു റേഡിയോ 490 രൂപയ്ക്ക് മേടിച്ചിട്ട് 465.5 രൂപയ്ക്ക് വിറ്റു. അതിനായി ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കാം. നോക്കി, മേടിച്ച 490 വിറ്റ് 465.5. ഇവരുടെ വ്യത്യാസം എത്രയാണ്? ഇവിടെ ഒരു 4.5 കൂടെ കൊടുക്കുക, 470 ആവും. പിന്നെ ഒരു 20 കൂടെ പോരെ. അപ്പോൾ ലോസ് എന്ന് പറയുന്നത് 24.5. കോസ്റ്റ് എത്രയാണ്? 490 ഇൻറ്റു 100 ചെയ്താൽ പോരെ. ഇവിടെ നോക്കി, 24.5. ഇതിൻ്റെ ഇരട്ടി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 49 കിട്ടും. 48 1 49. അപ്പോൾ ഇത് താഴത്തേക്ക് വെട്ടിയാൽ 20 വരും. 100/20 ചെയ്ത് കഴിഞ്ഞാൽ 5 കിട്ടും നമ്മുടെ ആൻസർ. മനസ്സിലായോ? അടുത്ത്, എ പേഴ്സൺ ഇൻകേഴ്സ് 5% ലോസ് ബൈ സെല്ലിംഗ് ദ വാച്ച് ഫോർ Rs 1140. ഒരാൾ ഒരു വാച്ച് 1140 രൂപയ്ക്ക് വിറ്റപ്പോൾ പുള്ളിക്ക് 5% നഷ്ടമുണ്ടായി. അറ്റ് വാട്ട് പ്രൈസ് ദ വാച്ച് ഷുഡ് ബി സോൾഡ് ടു ഗെയിൻ 5%? 5% ഗെയിൻ കിട്ടണമെങ്കിൽ, അത് 5% പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഇത് എത്ര രൂപയ്ക്ക് വിൽക്കണമെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നോക്കി, ആദ്യം 5% ലോസാണ്, അതായത് 5% നഷ്ടമാണ്. ഈ ലോസ് പെർസെൻറ്റേജ് എങ്ങനെ കിട്ടുന്നത്? ലോസ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. അപ്പോഴാണ് നമുക്ക് ഈ 5 എന്ന് പറയുന്ന സാധനം കിട്ടുന്നത്. അപ്പോൾ ഈ 100 അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ എത്ര വരും? 1/20 എന്ന് വരും. അപ്പോൾ നമുക്ക് ലോസ് ബൈ കോസ്റ്റ് പ്രൈസ് റേഷ്യോ കിട്ടിയില്ലേ? അല്ലെങ്കിൽ പിന്നെ നേരെ ഇങ്ങനെ ചെയ്താൽ മതി. 5% എന്ന് പറഞ്ഞാൽ 1/20 ആണ് ഫ്രാക്ഷൻ. ഇത് നമ്മൾ ഓൾറെഡി പെർസെൻറ്റേജ് പഠിച്ചതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ 1 എന്ന് പറയുന്നത് നമ്മുടെ ലോസും ഈ 20 എന്ന് പറയുന്നത് നമ്മുടെ കോസ്റ്റും ആയിരിക്കും. നമുക്കിവിടെ 5% നഷ്ടമല്ലേ വന്നത്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് 20, ലോസ് 1. അപ്പോൾ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 20 1 കുറയ്ക്കുക, അപ്പോൾ 19. അപ്പോൾ 20 ഉണ്ടായിരുന്ന സാധനം 1 കുറച്ച് 19 രൂപയ്ക്ക് വിറ്റത്. അതുകൊണ്ടാണ് നമുക്ക് 5% ലോസ് വന്നത്. ഇനി നോക്കി, ഈ 20ൻ്റെ 5% നമുക്ക് ഗെയിൻ വേണം, അല്ലെങ്കിൽ 5% നമുക്ക് പ്രോഫിറ്റ് വേണം. അപ്പോൾ 20ൻ്റെ 5% കണ്ടുപിടിച്ചാൽ അതിൻ്റെ കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ നോക്കി, 5% എന്ന് പറഞ്ഞാൽ 1/20. 20ൻ്റെ 1/20 എടുത്താൽ 1 എന്ന് കിട്ടും. ആ 1 20ൻ്റെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 21 കിട്ടും. നമുക്ക് വേണ്ട പുതിയ സെല്ലിംഗ് പ്രൈസ്. മനസ്സിലായോ? ഇനി നമ്മൾ ആദ്യത്തെ സെല്ലിംഗ് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട് 1140. ആദ്യത്തെ സെല്ലിംഗ് പ്രൈസ് 19, പുതിയ സെല്ലിംഗ് പ്രൈസ് 20. അപ്പോൾ ഈ 19 1140. 21 കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 1140നെ 19 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു 21 ചെയ്താൽ പോരെ. 19 × 6 ചെയ്യുമ്പോഴാണ് നമുക്ക് 114 കിട്ടുന്നത്. നോക്കി, 60 54 114. അപ്പോൾ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ 6 × 21 ചെയ്ത് കഴിഞ്ഞാൽ 126 0 കിട്ടും നമ്മുടെ പുതിയ സെല്ലിംഗ് പ്രൈസ്. മനസ്സിലായോ എങ്ങനെ ഇതെന്ന്? അല്ലെങ്കിൽ നമുക്കിത് വേണമെങ്കിൽ ഇങ്ങനെയും ചിന്തിക്കാം. ആദ്യം 5% നഷ്ടം വന്നു, ഇപ്പോൾ 5% ലാഭം വേണം. അപ്പോൾ നമ്മുടെ കോസ്റ്റ് പ്രൈസ് ഒരു 100 ആണെങ്കിൽ ആദ്യത്തെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 5% നഷ്ടത്തിലാണ്, അതായത് 95. ഇപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? 5% ലാഭം വേണം. കോസ്റ്റ് പ്രൈസ് 100 ആണ്. 5% ലാഭം എന്ന് പറയുമ്പോൾ പുതിയ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 105. ഇതിലെ ഈ 95 നമ്മുടെ 1140. അങ്ങനെയാണെങ്കിൽ 1 എന്ന് പറയുന്നത് 1140/95. വേണ്ടത് 105 അല്ലേ? ഇത് ഇൻറ്റു 105 ചെയ്യുക. 5 വെച്ച് ഒട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 21 വരും, ഇവിടെ 1 9 വരും. ഇത് ആദ്യത്തെ പോലെ തന്നെ ആയില്ലേ? ഇവിടെ 6, ഇവിടെ 1260 കിട്ടും നമ്മുടെ ആൻസർ. മനസ്സിലായോ? അടുത്തത്,
കോസ്റ്റ് പ്രൈസ് ഇസ് 96% ഓഫ് സെല്ലിംഗ് പ്രൈസ്, ഫൈൻഡ് ലോസ് പെർസെൻറ്റേജ്. സെല്ലിംഗ് പ്രൈസിൻ്റെ 96% ആണ് കോസ്റ്റ് പ്രൈസ് എങ്കിൽ ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കും. നോക്കി, ഇപ്പോൾ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ഒരു 100 ആണെങ്കിൽ നമ്മുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 96%, അതായത് 96. ഇവിടെ ശരിക്കും പ്രോഫിറ്റ് അല്ലേ ഉണ്ടാവുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ എറർ ഉണ്ട്, ഇത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ്. അപ്പോൾ നോക്കി, പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. ഇവിടെ നമ്മൾ എത്ര രൂപ ഗേറ്റ് വെക്കുന്നത്? 4 രൂപ ഗേറ്റ്. നമ്മുടെ കോസ്റ്റ് എത്രയാണ്? 96 ഇൻറ്റു 100 ചെയ്താൽ മതി. ഇനി 96, 40, 12 ഇൻറ്റു 8 96. ഈ 8 മുകളിലേക്ക് ഇട്ടിക്കഴിഞ്ഞാൽ 5 വരും, അതായത് 50/12. മുകളിലേക്ക് ഇട്ടിക്കഴിഞ്ഞാൽ 12, 4, 48. പിന്നെ ഒരു 2 അല്ലേ, 4 and 2/12 അല്ലെങ്കിൽ 4 and 1/6 എന്ന് കിട്ടും നമ്മുടെ ആൻസർ. ഓപ്ഷൻസിലുണ്ടോ? ഇല്ല. അപ്പം നൺ ഓഫ് ദീസ്. അടുത്തത്, എ മാൻ സോൾഡ് 2 cows at 1995 വെച്ച്. ഒരാൾ 2 പശുക്കളെ 1995 വെച്ച് ഓരോന്നിനും വെച്ച് വിറ്റു. ഓൺ വൺ ഹീ ലോസ് 10%. ഒരെണ്ണത്തിൽ പുള്ളിക്ക് 10% നഷ്ടമായി. ആൻഡ് ഓൺ അനദർ ഹീ ഗെയിൻഡ് 10%. മറ്റേതിൽ പുള്ളിക്ക് 10% ലാഭം കിട്ടി. വാട്ട് ഈസ് ഹിസ് ഗെയിൻ ഓർ ലോസ്? പുള്ളിയുടെ ഗെയിൻ അല്ലെങ്കിൽ ലോസ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കോ, പെർസെൻറ്റേജ്. അപ്പോൾ നോക്കി, ഒരെണ്ണത്തിൽ പുള്ളിക്ക് 10% നഷ്ടമായി. ഇപ്പോൾ പുള്ളിയുടെ കോസ്റ്റ് 10 ആണെങ്കിൽ പുള്ളിയുടെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 10% നഷ്ടമായി. 10ൻ്റെ 10% തന്നെ 1 അപ്പോൾ 1 രൂപ കുറച്ചാണ് പുള്ളി വിറ്റത്, അതായത് 9 വിറ്റത്. മറ്റേതിലോ ഓൺ അനദർ ഹീ ഗെയിൻഡ് 10%. മറ്റേതിൽ 10% ലാഭം ഉണ്ടായത്. അപ്പോൾ അതിനകത്ത് പുള്ളിയുടെ കോസ്റ്റ് ഒരു 10 ആണെങ്കിൽ പുള്ളിയുടെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? ലാഭം 10% ഉണ്ട്. ഇതിന് 10% എന്ന് പറഞ്ഞാൽ 1 അപ്പോൾ 1 കയറ്റി വിറ്റത്, അത് 11 വിറ്റത്. ഇനി നോക്കി, രണ്ടും പുള്ളി 1995 വിറ്റത്, അത് രണ്ടിൻ്റെ സെല്ലിംഗ് പ്രൈസ് സെയിം ആണ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് സെയിം ആക്കണ്ടേ? ഇവിടെ ഒരു 11 വെച്ച് ഗുണിച്ച് കഴിഞ്ഞാൽ ഇത് 110ഉം ഇത് 99 ആവും. ഇവിടെ ഒരു 9 വെച്ച് ഗുണിച്ച് കഴിഞ്ഞാൽ ഇത് 90ഉം ഇത് 99 ആവും. ഇപ്പോൾ സെല്ലിംഗ് പ്രൈസ് സെയിം ആയില്ലേ? ഇനി ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എടുക്കുക, സെല്ലിംഗ് പ്രൈസ് എടുക്കുക. കോസ്റ്റ് പ്രൈസ് എല്ലാം കൂടെ കൂട്ടിക്കുമ്പോൾ എത്ര കിട്ടും? 200 എന്ന് വരും. സെല്ലിംഗ് പ്രൈസ് എല്ലാം കൂടെ കൂട്ടുമ്പോഴോ 99 അല്ലെങ്കിൽ 100 വിചാരിക്കുക. 100, 200 പിന്നെ 2 കുറവല്ലേ, അപ്പോൾ 198. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് 200ഉം ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് 198 ആവും. അപ്പോൾ ഇവിടെ നഷ്ടമല്ലേ ഉണ്ടായത്? എത്ര നഷ്ടം ഉണ്ടായി? 2ൻ്റെ നഷ്ടം ഉണ്ടായി. 2 എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിൻ്റെ എത്ര ശതമാനമാണ്? 1% അല്ലേ. അപ്പോൾ 1% നഷ്ടമാണ് ഉണ്ടായത്. 1% ലോസ്. മനസ്സിലായോ? അടുത്തത്, ആദിത്യ പർച്ചേസ്ഡ് എ ബുക്ക് വിത്ത് 20% ഡിസ്കൗണ്ട്. ആദിത്യ എന്ന് പറഞ്ഞിട്ട് ഒരാൾ 20% ഡിസ്കൗണ്ടിൽ ഒരു ബുക്ക് മേടിച്ചു. ഹൗ മച്ച് ഡിഡ് ഹി പേ ഇഫ് ദ മാർക്കറ്റ് പ്രൈസ് വാസ് 500? 500 രൂപയാണ് മാർക്ക് ചെയ്ത് തരുന്നതെങ്കിൽ എത്ര രൂപയ്ക്ക് പുള്ളി മേടിച്ചെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നോക്കി, ഡിസ്കൗണ്ട് 20%. 20% എന്ന് പറഞ്ഞാൽ 1/5, അതായത് 5 ആണ് മാർക്കറ്റ് പ്രൈസ് എങ്കിൽ 1 ആണ് നമുക്ക് കിട്ടിയ ഡിസ്കൗണ്ട്. അപ്പോൾ നമ്മൾ മേടിച്ച എത്രന്? 4. പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 5 മാർക്ക് ചെയ്തു, 4 നമ്മൾ മേടിച്ചു. മാർക്ക് പ്രൈസ് തന്നിട്ടുണ്ട് 500. അപ്പോൾ 5 എന്ന് പറഞ്ഞാൽ 500, അപ്പോൾ 4 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 400. ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത്, പ്രോഫിറ്റ് ഏൺഡ് ബൈ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ അറ്റ് 1630 ഈസ് സെയിം ആസ് ദ ലോസ് ഇൻകേർഡ് ബൈ സെല്ലിംഗ് ദ ആർട്ടിക്കിൾ അറ്റ് 1320. ഫൈൻഡ് CP. അതായത് 1630 രൂപയ്ക്ക് ഒരു സാധനം വിറ്റു, അപ്പോൾ കിട്ടിയ പ്രോഫിറ്റും 1320 വിറ്റപ്പോൾ ഉണ്ടായ നഷ്ടവും ഈക്വലാണ്. അപ്പോൾ നോക്കി, ഇത് നമ്മുടെ സെല്ലിംഗ് പ്രൈസ്, ഇതും സെല്ലിംഗ് പ്രൈസ്. ആദ്യം ലാഭം ഉണ്ടായി. ആ ലാഭം എത്രയാണ്? 1630 നിന്ന് കോസ്റ്റ് പ്രൈസ് കുറയ്ക്കുക. ഇത് ലാഭം, നമ്മുടെ പ്രോഫിറ്റ്. ഇതും നമ്മുടെ ലോസും സെയിമാണ്. അപ്പോൾ നഷ്ടം ഉണ്ടായപ്പോൾ വിറ്റത് 1320 രൂപയ്ക്കാണ്. ഇത് കോസ്റ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞ വില. അപ്പോൾ C മൈനസ് 1320. ഇപ്പോഴെല്ലാം നമുക്ക് ലോസ് കിട്ടുന്നത്. ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്താൽ മതി. ഇത് അങ്ങോട്ട് വിടുക, ഇത് ഇങ്ങോട്ട് വിടുക. അപ്പോൾ 2C = ഇതിനെ സം. ഇത് രണ്ടും കൂടെ കൂട്ടി എത്ര കിട്ടും? 13ഉം 16ഉം കൂട്ടിയ 29. 29ഉം 50. 29, 50. ഇനി 2 അങ്ങോട്ട് വിട്ടുക. അപ്പോൾ എത്ര കിട്ടും? 1, 4, 7, 5. 14, 75 ഉണ്ട് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത്, CP of 50 items is same as SP of 40 items. ഫണ്ട് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. 50 സാധനത്തിൻ്റെ കോസ്റ്റ് പ്രൈസും 40 സാധനത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് ഈക്വലാണ്. അതിൻ്റെ പ്രോഫിറ്റ് പ്രൈസിന് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുക. നോക്കി, 50 ഐറ്റത്തിൻ്റെ കോസ്റ്റ് പ്രൈസ്, 40 ഐറ്റത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് ബൈ സെല്ലിംഗ് പ്രൈസ് റേഷ്യോ കിട്ടത്തില്ലേ? 40/50. റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ 4/5. അപ്പോൾ നോക്കി, 4 രൂപയുടെ സാധനം 5 രൂപയ്ക്ക് വിറ്റു. എത്രയാണ് ലാഭം? 1 ലാഭം. നമ്മുടെ കോസ്റ്റ് എത്രയാണ്? 4 × 100 ചെയ്താൽ പോരെ. അപ്പോൾ 25% എന്നിട്ടുണ്ട് ആൻസർ. അടുത്തത്,
ഇഫ് സെല്ലിംഗ് പ്രൈസ് ഇസ് ഡബിൾഡ് പ്രോഫിറ്റ് ട്രിപ്പിൾസ് ഫൈൻഡ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. സെല്ലിംഗ് പ്രൈസ് ഡബിൾ ആക്കി കഴിയുമ്പോൾ പ്രോഫിറ്റ് ട്രിപ്പിൾ ആവുമെന്ന് പറഞ്ഞേക്കോ. അതിനാണെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റ് കണ്ടുപിടിക്കണം. നോക്കി, പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് കുറക്കുമ്പോഴല്ലേ പ്രോഫിറ്റ് കിട്ടുന്നത്. ഇനി സെല്ലിംഗ് പ്രൈസ് ഡബിൾ ആയി കഴിയുമ്പോൾ കോസ്റ്റ് മാറുന്നില്ല, പ്രോഫിറ്റ് ട്രിപ്പിൾ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതങ്ങ് ഇക്വേറ്റ് ചെയ്താൽ പോരെ. ഇവിടെ 3 വെച്ച് ഗുണിക്കുക. അപ്പോൾ ഇത് 3P, ഇത് 3S, ഇത് 3C. ഇനി ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ 3S മൈനസ് 3C ഈക്വൽ ടു 2S മൈനസ് C. ഈ S അങ്ങോട്ട് വിടുക. അപ്പോൾ 3S നിന്ന് 2S പോയി കഴിഞ്ഞാൽ ഒരു S. ഇനി ഇത് മൈനസ് C, ഇത് മൈനസ് 3C. ഇത് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ പ്ലസ് 3C ആവും. 3C നിന്ന് C പോയി കഴിഞ്ഞാൽ 2C. അപ്പോൾ C/S റേഷ്യോ എന്ന് പറയുന്നത് 1/2 എന്ന് കിട്ടും. അപ്പോൾ നോക്കി, കോസ്റ്റ് 1, സെല്ലിംഗ് പ്രൈസ് 2. അപ്പോൾ കോസ്റ്റ് എത്രയാണോ അത്രയും തന്നെ കയറ്റിയാണ് നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ ലാഭം എന്ന് പറയുന്നത് 100% അല്ലേ? മനസ്സിലായോ? 1 രൂപ മുടക്കി 1 രൂപ ലാഭം കിട്ടി. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 100 തന്നെ. ഓക്കെ, അടുത്തത് 6 articles were bought at 6 articles for 5 and sold at 5 articles for 6. ഗെയിൻ പെർസെൻറ്റേജസ്. നമ്മൾ മേടിക്കാൻ നേരത്ത് 6 ആർട്ടിക്കിൾ 5 രൂപയ്ക്ക് വെച്ച് മേടിച്ചു. വിറ്റപ്പോൾ 5 ആർട്ടിക്കിൾ 6 രൂപയ്ക്ക് വെച്ച് വിറ്റു. അതിനാണ് ഗെയിൻ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുക. അപ്പോൾ നോക്കി, മേടിച്ചപ്പോൾ 6 ആർട്ടിക്കിൾ 5 രൂപയ്ക്ക് മേടിച്ചു. വിറ്റപ്പോഴോ 5 ആർട്ടിക്കിൾ 6 രൂപയ്ക്ക് വെച്ച് വിറ്റു. അപ്പോൾ ഇവിടെ എന്താ പറയുക, രണ്ടിടത്തും ഈ എണ്ണം നമുക്ക് സെയിം ആക്കിയാൽ മതി. ഇവിടെ 6, ഇവിടെ 5. ഇവിടെ 5 വെച്ച് ഗുണിച്ച് കഴിഞ്ഞാൽ ഇത് 30. ഇവിടെ 5 വെച്ച് ഗുണിച്ച് കഴിഞ്ഞാൽ ഇത് 25. ഇവിടെ 6 വെച്ച് ഗുണിച്ച് കഴിഞ്ഞാൽ ഇത് 30. ഇവിടെ 6 വെച്ച് ഗുണിച്ച് കഴിഞ്ഞാൽ 6 6 36. ഇപ്പോൾ നോക്കി, മേടിച്ചപ്പോൾ 30 എണ്ണം 25 രൂപയ്ക്ക് മേടിച്ചു. വിറ്റപ്പോൾ 30 എണ്ണം 36 രൂപയ്ക്ക് മേടിച്ചു. അപ്പോൾ 25 മുടക്കി മേടിച്ചു, 36 രൂപയ്ക്ക് വിറ്റു. പ്രോഫിറ്റ് അല്ലേ? എത്ര രൂപയാണ്? 11. നമ്മൾ മുടക്കിയത് എത്രയാണ്? 25 ഇൻറ്റു 100 ചെയ്യുക. 25 മേളിലേക്ക് കിട്ടിയാൽ 4, 44% കിട്ടും നമ്മുടെ ആൻസർ. മനസ്സിലായോ? വേണമെങ്കിൽ നമുക്ക് ഈ പ്രൈസ് സെയിം ആക്കുകയും ചെയ്യാം കേട്ടോ. കാണിച്ചു തരാം. നോക്കി, മേടിച്ചപ്പോൾ 6 ആർട്ടിക്കിൾ 5 രൂപയ്ക്ക് വെച്ച് മേടിച്ചു. വിറ്റപ്പോൾ 5 ആർട്ടിക്കിൾ 6 രൂപയ്ക്ക് വെച്ച് വിറ്റു. ഈ പ്രൈസ് സെയിം ആക്കുക. ഇവിടെ 6 വെച്ച് ഗുണിച്ച് കഴിഞ്ഞാൽ ഇവിടെ 36 വരും, ഇവിടെ 30 വരും. ഇവിടെ 5 വെച്ച് ഗുണിച്ച് കഴിഞ്ഞാൽ ഇവിടെ 30 വരും, ഇവിടെ 25 വരും. ഇനി നോക്കി, നമ്മൾ 30 രൂപ മുടക്കി 36 സാധനം കൊണ്ടുവന്നു. എന്നിട്ട് 30 രൂപയ്ക്ക് 25 സാധനമേ വിറ്റോളൂ. ബാക്കി എത്ര സാധനം നമ്മുടെ കയ്യിലുണ്ട്? 11 സാധനം നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. ഈ 11 സാധനം നമ്മുടെ ലാഭമല്ലേ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇനി ഈ 11 സാധനം നമ്മുടെ കയ്യിലിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ 11 സാധനത്തിൻ്റെ ലാഭം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്തോരം നമ്മൾ മുടക്കിയത്? 25 സാധനമല്ലേ മുടക്കിയത്? ഇതാണ് നമുക്ക് വേണ്ട റേഷ്യോ. ഇത് 100 ചെയ്താൽ മതി. മനസ്സിലായോ? വെട്ടിക്കഴിഞ്ഞാൽ 4, 44% കിട്ടും. ഓക്കെ, അടുത്തത് എ ഷോപ്പ് കീപ്പർ മാർക്സ് ഹിസ് ഗുഡ്സ് അറ്റ് 20% എബോവ് കോസ്റ്റ് പ്രൈസ്. ഒരു ഷോപ്പ് കീപ്പർ പുള്ളിയുടെ സാധനങ്ങൾ കോസ്റ്റ് പ്രൈസിനേക്കാളും 20% മേളിൽ പുള്ളി മാർക്ക് ചെയ്തു. ബട്ട് അലോസ് 30% ഡിസ്കൗണ്ട് ഓൺ മാർക്ക് പ്രൈസ്. എന്നിട്ട് മാർക്കഡ് പ്രൈസിൽ പുള്ളി 30% ഡിസ്കൗണ്ട് കൊടുക്കും. അതിനാണെങ്കിൽ പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ എത്രയാണെന്ന് വെച്ചാൽ പേഴ്സണൽ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുക. അപ്പോൾ നോക്കി, പുള്ളിയുടെ കോസ്റ്റ് പ്രൈസ് ഇപ്പോൾ ഒരു 100 ആണെന്ന് വിചാരിക്കുക. പുള്ളി മാർക്ക് ചെയ്തത് 20% മേളിൽ. അപ്പോൾ 100ൻ്റെ 20% കയറ്റാമെന്ന് പറഞ്ഞാൽ 120 ആകത്തില്ലേ? ഇനി പുള്ളി വിൽക്കുന്നത് എത്രയാണ്? മാർക്കറ്റ് പ്രൈസിൽ നിന്ന് 30% ഡിസ്കൗണ്ട് കൊടുക്കും. അപ്പോൾ 120ൻ്റെ 30% കുറച്ചിട്ടാണ് പുള്ളി സെല്ല് ചെയ്യുന്നത്. അപ്പോൾ 120ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 12, 30% എന്ന് പറഞ്ഞാൽ 36. അപ്പോൾ 120 36 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും? 120 30 പോയി കഴിഞ്ഞാൽ 90, 90 6 പോയി കഴിഞ്ഞാൽ 84. അപ്പോൾ പുള്ളി നോക്കി, 100 രൂപയുടെ സാധനം 84 രൂപയ്ക്ക് വിൽക്കുന്നത്. അപ്പോൾ നഷ്ടമല്ലേ? എന്തോരം നഷ്ടം? എത്ര കുറച്ചാണ് വിൽക്കുന്നത്? 100ൽ നിന്ന് 16 കുറച്ചാണ് വിൽക്കുന്നത്. കോസ്റ്റ് പ്രൈസ് 100. ഈ 16 എന്ന് പറയുന്നത് 100ൻ്റെ എത്ര ശതമാനം? 16% അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ലോസ് പെർസെൻറ്റേജ്. മനസ്സിലായോ? അപ്പോൾ കൂട്ടുകാർ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കണക്കുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കി കുറച്ചുകൂടെ ലെവൽ കൂടിയ നല്ല കണക്കുകൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം.